ഹലോ എവരി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന ഐഡൻറ്റിഫയേഴ്സിനെ കുറിച്ചും കീവേഡ്സിനെ കുറിച്ചുമാണ്. അപ്പോൾ എന്താണ് ഐഡൻറ്റിഫയർ, എന്താണ് കീവേഡ്, ഈ ഐഡൻറ്റിഫയറും കീവേഡും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് C++ ഐഡൻറ്റിഫയർ എന്താണെന്ന് നോക്കാം. ഒരു പ്രോഗ്രാമർ ക്രിയേറ്റ് ചെയ്യുന്ന യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പ് ആയിക്കോട്ടെ, വേരിയബിൾസ് ആയിക്കോട്ടെ, ഫങ്ഷൻ ആയിക്കോട്ടെ, അറേസ് ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ നെയിമിനെ റെഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയപ്പെടുന്നത്. എന്നാൽ C++ കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിസേർവ്ഡ് വേർഡാണ്, ഇൻബിൽറ്റ് ആയിട്ടുള്ള റിസേർവ്ഡ് ആയിട്ടുള്ള ഒരു വേർഡാണ്. നമുക്കൊരിക്കലും അതൊരു വേരിയബിളിനോ കോൺസ്റ്റൻറ്റ് നെയിമായിട്ടോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അത്തരം ടൈപ്പ് റിസേർവ്ഡ് വേർഡ്സിനെയാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയാം. അപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ, കീവേഡ്സ് എന്ന് പറഞ്ഞാൽ റിസേർവ്ഡ് വേർഡാണ്, നമുക്ക് ഈ വേരിയബിളിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഐഡൻറ്റിഫയേഴ്സ് ഒരിക്കലും റിസേർവ്ഡ് അല്ല, നമുക്ക് വേരിയബിൾസിനും ഫംഗ്ഷനും അതുപോലെ തന്നെ അറേസിനെയും ഒക്കെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഐഡൻറ്റിഫയേഴ്സ്. ഇനി നമുക്ക് ഐഡൻറ്റിഫയേഴ്സും കീവേഡ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഐഡൻറ്റിഫയേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോഗ്രാമർ കൊണ്ടുവരുന്ന ബേസിക് എലമെൻറ്റ്സ്, ആ പ്രോഗ്രാമിൽ ഈ പ്രോഗ്രാമർ അല്ലെങ്കിൽ ഡെവലപ്പർ കൊണ്ടുവരുന്ന ബേസിക് എലമെൻറ്റ്സിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കീവേഡ്സിൻ്റെ കേസാണെങ്കിലോ ഇത് റിസേർവ്ഡ് വേർഡ്സ് ആണ്, അതിൻ്റെ മീനിങ് കമ്പൈലർക്ക് നോൺ ആയിരിക്കും. അതായത് കമ്പൈലർക്ക് എന്താണ് മീൻ ചെയ്യുന്നത്, ഇപ്പോൾ ഇൻഡ് എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസേർവ്ഡ് വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ കമ്പൈലർക്ക് അത് അണ്ടർസ്റ്റുഡ് ആയിരിക്കും. അത്തരം ടൈപ്പാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഐഡൻറ്റിഫയറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് വേരിയബിളിൻ്റെ നെയിമിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ ഐഡൻറ്റിഫയേഴ്സിനെ യൂസ് ചെയ്യുന്നത്. എന്നാൽ കീവേഡ്സോ അത് യൂസ് ചെയ്യുന്നത് ഒരു ടൈപ്പ് ഓഫ് എൻറ്റിറ്റിയെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ഏത് ടൈപ്പാണ്. ഇപ്പോൾ ഇൻറ്റീജർ ടൈപ്പ് ആണെങ്കിൽ അത് ഇൻറ്റീജർ ആണ് എന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡി എന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. ഫ്ലോട്ട് ആണെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യാനും, കെയർ ആണെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യാനും, എന്ത് ടൈപ്പാണെന്ന് സ്പെസിഫൈ ചെയ്യാനാണ് കീവേഡ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഐഡൻറ്റിഫയർ എന്താണ്, ഐഡൻറ്റിഫൈ ദ നെയിം, അതിന് വേണ്ടിയിട്ടാണ് ഐഡൻറ്റിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഐഡൻറ്റിഫയേഴ്സിനകത്ത് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോറൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയും. എന്നാൽ കീവേഡ്സിൻ്റെ കേസിൽ നമുക്ക് ലെറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഐഡൻറ്റിഫയേഴ്സിൻ്റെ കേസിൽ നമുക്ക് ലോവർ കേസ്, അപ്പർ കേസ് ഒക്കെ യൂസ് ചെയ്യുന്നത് പോസിബിളാണ്, കാരണം നമ്മളാണല്ലോ അത് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. എന്നാൽ റിസേർവ്ഡ് ആയിട്ടുള്ള കീവേഡ്സിൻ്റെ കേസിൽ ലോവർ കേസ് ലെറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഐഡൻറ്റിഫയേഴ്സിനകത്ത് നമുക്ക് അണ്ടർസ്കോർ എന്ന സ്പെഷ്യൽ ക്യാരക്ടർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ കീവേഡ്സിൻ്റെ കേസിൽ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും പോസിബിൾ അല്ല. ഐഡൻറ്റിഫയേഴ്സിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് അണ്ടർസ്കോർ പോസിബിളാണ്, കീവേഡിൻ്റെ കേസിൽ ഒരു ടൈപ്പും പോസിബിൾ അല്ല. പിന്നെ ഐഡൻറ്റിഫയേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ലെറ്റേഴ്സ് നമുക്ക് ലോവർ കേസോ അപ്പർ കേസോ അണ്ടർസ്കോറോ ഒക്കെ കൊടുക്കാൻ കഴിയും. എന്നാൽ കീവേഡിൻ്റെ കേസിൽ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ലോവർ കേസിൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഐഡൻറ്റിഫയറിൻ്റെ കേസിന് നമുക്ക് ഇൻറ്റേർണൽ ഐഡൻറ്റിഫയേഴ്സ് എന്നും എക്സ്റ്റേണൽ ഐഡൻറ്റിഫയേഴ്സ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. നമ്മുടെ കീവേഡിന് പിന്നെ ഫർദർ ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഐഡൻറ്റിഫയേഴ്സിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് ടെസ്റ്റ്, റിസൾട്ട്, സമ്മ്, പവർ എന്നൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും. എന്നാൽ കീവേഡ്സിൻ്റെ കേസിൽ എക്സാമ്പിൾസ് എന്താണ്, ഫോർ, ഈഫ്, എൽസ്, ബ്രേക്ക്, എക്സെട്ര. ഇത്രയാണ് നമുക്ക് കീവേഡ്സിൻ്റെയും ഐഡൻറ്റിഫയേഴ്സിൻ്റെയും ഡിഫറൻസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് പലപ്പോഴും സിമിലറായിട്ട് തോന്നുമെങ്കിലും നമുക്ക് ഒരിക്കലും ഒരു കീവേഡിന് ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, ഒരു ഐഡൻറ്റിഫയർ കീവേഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഒരുപാട് ഡിഫറൻസുകൾ അത് തമ്മിലുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു C++ ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ, നമുക്ക് വേരിയബിളിനെ, ഫങ്ഷനെ, അറേസിനെ, അതുപോലെ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പിനെയൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെയിംസാണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ലോവർ കേസിലും അപ്പർ കേസിലൊക്കെ കൊടുക്കാം, അതേപോലെ തന്നെ അണ്ടർസ്കോർ ഇൻക്ലൂഡ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ കഴിയും. വേറെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സൊന്നും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ പിന്നെന്താ നമ്മൾ ഐഡൻറ്റിഫയേഴ്സിൻ്റെ കേസിൽ പറഞ്ഞത്, കുറേ കോൺസെപ്റ്റുകൾ നമ്മൾ പറഞ്ഞു, എക്സാമ്പിൾസൊക്കെ വെച്ച് പറഞ്ഞില്ലേ.
ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. എന്തൊക്കെയാണ് ഇൻറ്റേർണൽ എക്സ്റ്റേണൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. ലോവർ കേസും അപ്പർ കേസും അണ്ടർസ്കോറൊക്കെ യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ ലെറ്ററും ഡിജിറ്റും അണ്ടർസ്കോറും ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയും. എന്തിലാണ് ഐഡൻറ്റിഫയറിലാണെങ്കിലും എന്നൊക്കെ നമ്മൾ പ്രത്യേകം പറഞ്ഞു. പിന്നെ കീവേഡിൻ്റെ കേസ് എടുക്കുമ്പോഴോ, കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ്ഡ് വേർഡാണ്. അത് കമ്പൈലർക്ക് മനസ്സിലാവുന്ന വേർഡ് അല്ലെങ്കിൽ ലാംഗ്വേജാണ്. അതായത് ഇപ്പോൾ ഇന്ന വേരിയബിൾ എന്ന് പറയുമ്പോൾ അത് കമ്പൈലർക്ക് അണ്ടർസ്റ്റുഡ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് കമ്പൈലർക്ക് അണ്ടർസ്റ്റുഡ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന കീവേഡ്. അത്തരം കീവേഡ്സിൻ്റെ സെറ്റ് നമുക്ക് ഏത് പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. മാത്രമല്ല കീവേഡിനെ ഒരിക്കലും നമുക്ക് വേരിയബിൾ നെയിമായിട്ടോ കോൺസ്റ്റന്റ് നെയിമായിട്ടൊന്നും കൊടുക്കാൻ കഴിയില്ല. എന്നിട്ടാണ് പിന്നെ നമ്മൾ ഐഡൻറ്റിഫയറിൻ്റെയും കീവേഡിൻ്റെയും ഡിഫറൻസ് പറഞ്ഞത്. എന്തായിരുന്നു ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന ബേസിക് എലമെൻറ്റ്സിനെ നെയിം ചെയ്യുന്നതിനാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നത് നെയിം ഓഫ് ദ വേരിയബിൾ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അതായത് ഫംഗ്ഷൻ ആണെങ്കിലും വേരിയബിൾ ആണെങ്കിലും അറേ ആണെങ്കിലും ഒക്കെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐഡൻറ്റിഫയർ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് ലെറ്റേഴ്സും ഡിജിറ്റ്സും അണ്ടർസ്കോറൊക്കെ യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ ലോവർ കേസ് അപ്പർ കേസ് ലെറ്റേഴ്സൊക്കെ യൂസ് ചെയ്യാൻ കഴിയും ഐഡൻറ്റിഫയറിനകത്ത്. പിന്നെ അണ്ടർസ്കോർ എന്ന സ്പെഷ്യൽ ക്യാരക്ടർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. പിന്നെ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്തായിരിക്കണം, ലോവർ കേസോ അല്ലെങ്കിൽ അപ്പർ കേസോ അണ്ടർസ്കോറോ ആയിരിക്കണം. ഒരിക്കലും ഡിജിറ്റ്സൊന്നും അലൗഡ് അല്ല. പിന്നെ ഇൻറ്റേർണൽ ഐഡൻറ്റിഫയർ എക്സ്റ്റേണൽ ഐഡൻറ്റിഫയർ എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. എക്സാമ്പിൾ ടെസ്റ്റ് റിസൾട്ട് സമ്മ് പവർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. കീവേഡിൻ്റെ കേസിലോ, കീവേഡ് റിസർവ്ഡ് വേർഡ്സാണ്. മാത്രമല്ല അതിനൊക്കെ കമ്പൈലർക്ക് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള മീനിങ്ങും ഉണ്ടായിരിക്കും. പിന്നെ അത് എൻറ്റിറ്റി അല്ലെങ്കിൽ എന്തോ ഒബ്ജക്റ്റോ നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ ടൈപ്പ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്യാനാണ് നമ്മൾ കീവേഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ലെറ്റേഴ്സ് മാത്രമാണ് ഇൻക്ലൂഡഡ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ്സ് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം. ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, ഷോർട്ട്, പിന്നെ ഈഫ്, എൽസ്, വെൻ, ഫോർ എല്ലാം എന്താണ് ലോവർ കേസ് ലെറ്റേഴ്സ് മാത്രമാണ്. ലെറ്റേഴ്സാണ്, മാത്രമല്ല ലോവർ കേസ് ലെറ്റേഴ്സുമാണ്. അല്ലാതെ ഡിജിറ്റ്സോ അണ്ടർസ്കോറോ ഒന്നും നമ്മൾ കീവേഡിനകത്ത് യൂസ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് അണ്ടർസ്റ്റുഡ് ചെയ്യാൻ കഴിയും. പിന്നെ ഇറ്റ് യൂസ് ഓൺലി ലോവർ കേസ് ലെറ്റേഴ്സ്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ലോവർ കേസ് ലെറ്റേഴ്സ് മാത്രമേ പോസിബിൾ ആവുള്ളൂ. പിന്നെ ഇതിനകത്ത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും ഇൻക്ലൂഡഡ് അല്ല, ഡിജിറ്റ്സ് പോലും ഇൻക്ലൂഡഡ് അല്ല. ഇത്തരം ടൈപ്പാണ് ഈ കീവേഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ലോവർ കേസ് ലെറ്റർ വെച്ച് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന് നമ്മൾ വേറെ ക്ലാസിഫിക്കേഷനൊന്നുമില്ല. അതായത് ഇപ്പോൾ ഐഡൻറ്റിഫയറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഇൻറ്റേർണൽ ഐഡൻറ്റിഫയർ എക്സ്റ്റേണൽ ഐഡൻറ്റിഫയർ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ കീവേഡിൻ്റെ കേസിൽ അങ്ങനെ പ്രത്യേകം ഐഡൻറ്റിഫയേഴ്സിനെ കീവേഡ്സിനെ ക്ലാസിഫൈ ചെയ്യാനൊന്നുമില്ല. പിന്നെ എക്സാമ്പിൾസ് ആയിട്ടുള്ളത് ഫോർ ഉണ്ട്, ഈഫ് ഉണ്ട്, എൽസ് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, ഡബിൾ, ഫ്ലോട്ട്, ഷോർട്ട്, കുറേ ടൈപ്പുകളുണ്ട്. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റുകൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.